പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകിയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടയവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ
ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 12-ാം അധ്യായം 2 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകളെ അനുഗ്രഹിക്കട്ടെ. ഹാ, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞത് ആര്? അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര്? തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 22 മുതൽ 24 വരെയും 41 മുതൽ 52 വരെയുമുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യയന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു.
അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷമാണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. എത്ര അധ്യായമാണ്? 2 അധ്യായമാണ്. ഒരു ഗ്രൂപ്പുകാർ മാത്രമാണ് വായ കൊണ്ട് തുറക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പഴം പൊഴുങ്ങി വെച്ചിട്ടുണ്ട് വായയിൽ. അതുകൊണ്ട് ഒറ്റണത്തിൻ്റെ വായ തുറന്നിട്ടില്ല. 2-ാം അധ്യായം. എത്ര വാക്യങ്ങളാണ്? 22 മുതൽ 24 വരെയും പിന്നെ 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിന് ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. 2 കാര്യങ്ങൾ. ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുക. ജാനറ്റെ, ഞാനോട് ചോദിച്ചോല്ലേ? ജാനറ്റെ, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ദൈവം എല്ലായിടത്തും ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. പള്ളി പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ? അല്ല, എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ എന്തിനാ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട്. മോളുടെ വീട് ദൈവത്തിൻ്റെ ആലയല്ലേ? ആണോ? പിന്നെന്താ? അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെന്തിനാ പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നല്ലേ? പപ്പയുണ്ട്, മമ്മിയുണ്ട്, അനിയത്തിയുണ്ട്, അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കണേ? അപ്പോൾ അതും ശരിയല്ലേ? അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഇടവകയുടെ ഒരു സ്നേഹവും കൂട്ടായ്മയും ഐക്യവും വലിയ കാര്യം കേട്ടോ. നല്ലൊരു ഉത്തരവാണ്, നല്ല ഉത്തരവാണ്. ഇരുന്നോ, ജാൻ്റെ ഇരുന്നോ. ഇനി വേറെ ഒരു അബിയേലിനോട് ചോദിച്ചു നോക്കാം. അബിയേൽ സ്റ്റാൻഡപ്പ്. ഒരു ആൺതരിയോട് ചോദിച്ചില്ലാന്ന് പറഞ്ഞാൽ എനിക്കൊരു സങ്കടം വരും കേട്ടോ. എന്തിനാ പള്ളി പോയി പ്രാർത്ഥിക്കണം അബിയേലെ? അബിയേലെ മിക്കവാറും എല്ലാ ദിവസവും പള്ളി വരുന്ന ഒരാളാണ്. അബിയേൽ എല്ലാ ദിവസവും പള്ളി വരുന്നത് അബിയേലിനോട് ഞാൻ ചോദിച്ചോട്ടെ. അബിയേൽ എന്തിനാ എല്ലാ ദിവസവും പള്ളി വരുന്നേ? പ്രാർത്ഥിക്കാൻ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. ആ വീട്ടിൽ ദൈവമില്ല. പള്ളി വന്ന എന്താ പ്രത്യേകത? എല്ലാവരും കൂടി ഉണ്ടോ? ആര്? പള്ളിയിലുള്ള എല്ലാവരും ഉണ്ടെന്നോ? ഇടവകയിലുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പള്ളി വന്നു ആണോ? നേഹ, സ്റ്റാൻഡപ്പ്. ഇപ്പുറത്തേക്ക് കയറി വാ, എനിക്ക് കാണണം. നേഹ നല്ല കൊച്ചാ, എല്ലാ ദിവസവും പള്ളി വരുന്നൊരു കൊച്ചാ. ഇനി നബിയലിരുന്നോ? എല്ലാ ദിവസവും പള്ളി വരുന്നൊരു മക്കളാണ്. എനിക്ക് വളരെ അഭിമാനമാണ് ഇവരെ ഓർത്ത്. പാട്ടുകാരി കൊച്ചുങ്ങളും അഴുത്താര കുട്ടികളും ഓർത്ത് വളരെ അഭിമാനം. പിന്നെ കുറച്ച് പിള്ളേരുണ്ട് എല്ലാ ദിവസവും പള്ളി വരുന്ന കുറച്ച് പിള്ളേരുണ്ട്. വളരെ അഭിമാനമാണ് എനിക്ക് അവരെ ഓർത്തിട്ട്. നേഹ എല്ലാ ദിവസവും പള്ളി വരുന്നൊരു കൊച്ചാ, നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചാ, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു കൊച്ചാ. നേഹയുടെ ഒറ്റ ചോദ്യമുള്ളൂ, നേഹ എന്തിനാ പള്ളി വന്ന് പ്രാർത്ഥിക്കണേ? ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി. നല്ല ഉത്തരവാണ് കേട്ടോ, വണ്ടർഫുൾ കേട്ടോ, നല്ല ഉത്തരവാണ്. ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നത്, വിശുദ്ധ കുർബാനയുടെ സ്വീകരിക്കാൻ പറ്റുന്നത് പള്ളി വന്നാൽ മാത്രമാണ് കേട്ടോ. ഞാൻ ചിന്തിക്കാത്തൊരു ഉത്തരം പറഞ്ഞത് കേട്ടോ, വളരെ സുന്ദരമായിട്ടത് പറഞ്ഞു കേട്ടോ. അതെന്നെയാണോ പറഞ്ഞത്? ആണോ? നല്ല കൈഡി കൊടുക്കാം കേട്ടോ, നല്ലൊരു കൈഡിലേക്ക് കൊടുക്കാം കേട്ടോ. ദാറ്റ്സ് വണ്ടർഫുൾ. ഞാനത് ചിന്തിച്ചിട്ട് പോലില്ല. എന്നാ മതി. ഞാനത് ചിന്തിച്ചിട്ട് പോലില്ല. വീട്ടിലിരുന്നാൽ പ്രാർത്ഥിച്ചാൽ ഈശോയെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് അല്ലേ? ഈശോയെ കിട്ടും, പക്ഷേ തിരുവോസ്തിയിലുള്ള ഈശോനെ കിട്ടത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല, പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നു. ആണോ? പൊക്കോ. ഞാൻ പലപ്പോഴും എന്നോട് യൂത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്കിന്നത്തെ സുവിശേഷത്തിലൂടെ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം അത്രയേ ഉള്ളൂ, നമ്മൾ എന്തിനാണ് പള്ളി പോയി പ്രാർത്ഥിക്കണേ? ഈ മാതാവിനെയും ഔസപിതാവിനെയും ഈശോയെയും വെച്ചിട്ട് നമ്മൾ അവരുടെ ജീവിതം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ദേവാലയ കേന്ദ്രീകൃതമായിട്ട് ജീവിച്ചവരാണ് അവരെല്ലാവരും. ദൈവത്തോട് ചേർന്ന് ജീവിച്ചവർ മിക്കവാറും ദേവാലയത്തിൽ പോകുക അവർ.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി പേര് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഓരോ ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഒത്തിരി പേര്. എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും അവരെ ഓർത്തിട്ട്. ഞാൻ എപ്പോഴും പറയും, എല്ലാ ദിവസവും പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട്. കാരണം ദൈവത്തെ സ്വീകരിച്ചിട്ടാണ് അവൻ പോവുക, അവൻ്റെ കൂടെ ദൈവം ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിലുണ്ട്, പലപ്പോഴും യൂത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ യൂത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛാ എന്തിനീ പള്ളി പോയി പ്രാർത്ഥിക്കണേ? ഈ അതിരാവിലെ ഈ വെളുപ്പംകാലത്ത് എഴുന്നേറ്റ് കുളിക്കുമെന്ന് ഉറപ്പില്ല, എന്നാലും കുളിച്ച് പള്ളി പോയി പ്രാർത്ഥിക്കണം എന്തിനാച്ചാ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? എന്തിന് ഇത്രയും കഷ്ടപ്പാടെടുത്ത് പള്ളി പോണേ? ചില മക്കളൊക്കെ ഞാൻ ഇന്ന് ഓർക്കും, ഈ തണുപ്പ് കാലത്ത് എൻ്റെ ദൈവമേ, ഈ 25 നോമ്പിൽ നല്ല തണുപ്പ്, നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടും ഈ പിള്ളേർ ഈ മനസ്സ് കാണിക്കുമ്പോൾ വലിയ സന്തോഷം എനിക്ക് തോന്നിയതാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, അവർ ഈ യൂത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാച്ചോ ഇത്രയും കഷ്ടപ്പാടെടുത്ത് പ്രാർത്ഥിക്കാൻ പോണേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകും ഇങ്ങനൊരു ചോദ്യം, എന്തിനാച്ചോ പള്ളി പോണേ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? നേഹ പറഞ്ഞത് വളരെ സുന്ദരമായൊരു ഉത്തരമാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വളരെ സർപ്രൈസ്ഡായി പോയ ഉത്തരത്തിൽ. ഞാൻ ചിന്തിക്കാത്തൊരു ഉത്തരമാണ് അവൾ പറഞ്ഞത്. ഈശോനെ സ്വീകരിക്കാൻ പറ്റുന്നത് പള്ളി വരുമ്പോഴാണ്. നിങ്ങളെ വീട്ടിൽ പറ്റുമോ? ഇല്ല. ഈശോനെ സ്വീകരിക്കാൻ പറ്റുന്നത് പള്ളി വരുമ്പോഴാണ്. ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഉത്തരം അതല്ല. ഞാൻ ഒരു കഥയിലൂടെ പറയാം. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കഥയുണ്ട്, ഒരു പഴയ കഥയുണ്ട്. ഒരിക്കലൊരു സന്യാസി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കാട്ടിൻ്റെ അകത്തേക്ക് പോകും. അതിരാവിലെ എഴുന്നേറ്റ് കാട്ടിൻ്റെ അകത്ത് പോകും. ഒരു സന്യാസ ആശ്രമമുണ്ട്, ഒത്തിരി ശിഷ്യന്മാരുണ്ട്. പക്ഷേ ഈ സന്യാസി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കാടിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ശിഷ്യന്മാർക്ക് വളരെയധികം സംശയമായി, ഇതെന്തിനാ എല്ലാ ദിവസവും ഈ സന്യാസി കാടിൻ്റെ അകത്തേക്ക് പോകണേ? ഒരിക്കലും ഒരു ശിഷ്യൻ ഈ സന്യാസിയുടെ പിന്നാലെ പോവുക, അതിരാവിലെ എഴുന്നേറ്റ് സന്യാസിയുടെ പിന്നാലെ പോവുക. ഈ സന്യാസിയുടെ പിന്നാലെ ചെല്ലുമ്പോൾ ഈ സന്യാസി കാടിൻ്റെ അകത്ത് ഒരു പാറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സന്യാസി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ശിഷ്യൻ സന്യാസിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലയോ ഗുരുവേ, സന്യാസിനെ ഗുരുവേ എന്ന് വിളിക്കണേ, അല്ലയോ ഗുരുവേ, എന്തിനാണ് ഇതുപോലൊരു ആശ്രമം ഇവിടെ ഉള്ളപ്പോൾ കാട്ടിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? അങ്ങ് തന്നെയല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, ദൈവം സർവ്വവ്യാപിയ എല്ലായിടത്തും ഉണ്ട്. സന്യാസി പറഞ്ഞ ഉത്തരമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഉത്തരം. സന്യാസി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കാട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന സന്യാസിയും ഈ സന്യാസ ആശ്രമത്തിലിരിക്കുന്ന സന്യാസിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാട്ടിൻ്റെ അകത്തേക്ക് ഞാൻ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ ദൈവത്തെ കാണാനാണ് പോണേ, ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് പോണേ. അവിടെ പോകുമ്പോൾ എൻ്റെ മനസ്സ് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ സന്യാസ ആശ്രമത്തിലിരിക്കുമ്പോൾ ഉള്ള സന്യാസി അത്രയും നല്ലൊരു സന്യാസിയില്ല. കാരണം ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സന്യാസിയാണ്. ഭക്ഷണത്തെക്കുറിച്ച്, ശിഷ്യന്മാരെക്കുറിച്ച്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു സന്യാസിയാണ് സന്യാസാശ്രമത്തിൽ. പക്ഷേ കാടിൻ്റെ അകത്തേക്ക് പോകുന്ന സന്യാസി അവിടെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്യാസിയാണ്. നമ്മൾ രണ്ട് ആറ്റിറ്റ്യൂഡ് ചിന്തിക്കാൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ പോകുന്നത് സാധനം വാങ്ങിക്കാനാണ്, പള്ളി വരുന്നത് പ്രാർത്ഥിക്കാനാണ്. രണ്ടും രണ്ട് മനോഭാവങ്ങളാണ്. ഏത് മനോഭാവത്തോടെയാണ് നമ്മൾ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നമ്മളതെല്ലാവരും ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ എന്ന മനോഭാവത്തോടു കൂടിയാണ്. വീട്ടിലിരിക്കുന്ന ജിനുവച്ചനും പള്ളിയിലിരിക്കുന്ന ജിനുവച്ചനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അച്ഛൻ പള്ളിയിലിരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നെ. പക്ഷെ ഞാൻ വീട്ടിനകത്തിരിക്കുമ്പോൾ ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ വർത്തമാനം പറയും, കൂട്ടുകാരത്ത് കൂട്ടുകൂടും, ഭക്ഷണം കഴിക്കും, ഇതൊക്കെ ചെയ്യും. എൻ്റെ മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് ഞാൻ ദേവാലയത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ദേവാലയത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക. ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ് ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ആ ദേവാലയത്തോട് ചേർന്ന് ജീവിക്കപ്പെടുവാനും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് വളരെ സുന്ദരമായി പറഞ്ഞു വയ്ക്കുക, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നന്നായിട്ട് ഞാൻ വളർന്നു വന്നു എന്ന്, പ്രീതിയിലും വളർന്നു വന്നു എന്ന്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്.
ദൈവത്തോട് ദേവാലയ കേന്ദ്രീകൃതമായി വളരാനായിട്ട് പരിശ്രമിക്കുക. അവിടെ ജ്ഞാനം ഉണ്ടാകും, പ്രായത്തിൽ വളർച്ചയുണ്ടാകും, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഔസേപ്പിതാവിനും മാതാവിനും ഈശോയെ നഷ്ടപ്പെടുക കേട്ടോ. ഈശോയെ നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ വേദികളാണ്. ആഷ്ന സ്റ്റാൻഡപ്പ് ചോദ്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയാണ്. ആഷ്ന സ്റ്റാൻഡപ്പ്, ആഷ്നയ്ക്ക് എപ്പോഴെങ്കിലും ഈശോയെ നഷ്ടപ്പെടുന്ന ചാൻസുകൾ തോന്നിയിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ നോക്കണ, ഉത്തരം പറ. ഇല്ല. ഈശോയെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈശോ കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്, 100%. ഇരിക്കി. നിങ്ങൾ ചെയ്തേ. സോന സ്റ്റാൻഡപ്പ്. എൻ്റെ മക്കളോട് എനിക്ക് ചോദിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതല്ലേ സോന? ഈശോയെ നഷ്ടപ്പെടുന്ന ഏതെങ്കിലും വേദി ഉണ്ടോ സോന? പഠിപ്പിച്ചിട്ട് കൂടുമ്പോൾ, പ്രാർത്ഥിക്കാൻ മറന്നു പോകുമ്പോൾ, പുസ്തകം ഒത്തിരി പഠിക്കാനുള്ളപ്പോൾ പ്രാർത്ഥിക്കാൻ ഇച്ചിരി സമയം കുറച്ച് കണ്ടെത്തും. ഇല്ല. എനിക്കറിയാം സോനയും ആഷിനൊക്കെ നല്ല കൊച്ചങ്ങളായതുകൊണ്ട് ദൈവം കഴിഞ്ഞിട്ടേ പഠിപ്പുള്ളൂ അല്ലേ? ഇരിക്കി. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ തിരക്കുകൾ കൂടുമ്പോൾ ദൈവത്തെ മറന്നു പോകും. ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുക. എന്താണ്? ഒരു ഈശോയെ മറന്നുപോയി. തിരിച്ചു പോണ വഴിക്ക് ഈശോയെ കൂടെ കൂട്ടാൻ മറന്നുപോയി. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകും. ചില കാര്യങ്ങൾ തിരക്ക് കൂടുമ്പോൾ, ജീവിതത്തിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നുപോകും. ചിലപ്പോൾ പഠിപ്പ് കൂടുമ്പോഴായിരിക്കും, ജോലി കൂടുമ്പോഴായിരിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ വർദ്ധിക്കുമ്പോഴായിരിക്കും കുടുംബ പ്രാർത്ഥന മറന്നുപോകും, വിശുദ്ധ കുർബാന മറന്നുപോകും. മറന്നുപോയാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഔസേപ്പിതാവും മാതാവും ചെയ്തതുപോലെ തിരിച്ചു വന്ന് കൂടെ കൂട്ടാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ എല്ലാവരും മനുഷ്യരാ. ഔസേപ്പിതാവിനെയും മാതാവിനെയും പോലെ സാധാരണ മനുഷ്യരാ. നമുക്ക് ദൈവത്തെ ചിലപ്പോൾ മറന്നുപോകും, ദൈവത്തെ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ഔസേപ്പിതാവും മാതാവും ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, അവർ തിരിച്ചു നടന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പോയി ദൈവത്തെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് രണ്ടാമതായി പറയാനുള്ളത്, ദൈവത്തെ മറന്നുപോകും ചിലപ്പോഴൊക്കെ നമ്മൾ. ആ ദൈവത്തെ തിരിച്ചു പിടിക്കാനായിട്ട് പരിശ്രമിക്കണം. രണ്ട് കാര്യങ്ങളാണ് അച്ഛനെന്തത്ത് സുവിശേഷത്തിലൂടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ദേവാലയ കേന്ദ്രീകൃതമായി ജീവിക്കാൻ പഠിക്കുക. എന്ന് വെച്ചാൽ വീട്ടിലുള്ള ഞാനും ദേവാലയത്തിൽ പോണ ഞാനും രണ്ടാ. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ദേവാലയത്തിൽ, വീട്ടിലിരിക്കുന്ന ഞാൻ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഞാനാണ്. അപ്പം അതുകൊണ്ട് ദേവാലയ കേന്ദ്രീകൃതമായി ജീവിക്കാൻ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ മറന്നു പോകണ ചില സാഹചര്യങ്ങളുണ്ട്. മറന്നു പോകരുത്. മറന്നു പോയാൽ തന്നെ ഔസേപ്പിതാവിനെ മാതാവിനെ പോലെ തിരിച്ചു ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യ ശിശുവിന്റെ സൗധത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ തിരുകുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാ
ചൊരിയണേ വന്നിരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്ന് കാഴ്ച സമർപ്പണത്തിൽ പങ്കുചേരുന്ന ആ മക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ. നന്നായിട്ട് പഠിക്കാൻ, നല്ല മക്കളായിട്ട് ജീവിക്കാൻ, യാതൊരുവിധ അപകടങ്ങളോ രോഗങ്ങളോ ഒന്നും വരാതെ കാത്തു സൂക്ഷിക്കാൻ നീ അവരുടെ കൂടെ ഉണ്ടാകണേ കർത്താവേ. ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ കർത്താവേ. ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു ദൈവമേ. എല്ലാ പ്രശ്നങ്ങളിലും അങ്ങ് കടന്നു വരണേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്യണേ കർത്താവേ. വിദൂരത്തിരുന്ന് ഓൺലൈനിലൂടെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ വേദനകളും ആകുലതകളും സങ്കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണേ ദൈവമേ. അവരെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഈ ഇടവകയിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഒത്തിരിയേറെ കുടുംബങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായത്തിൽ വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, പ്രായമായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിലെ പഠനത്തിനും ജോലിക്കൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ, ദൈവമേ, എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കണേ കർത്താവേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രനെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദിസാധനം, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദൈവത്തിലുള്ള സദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുക സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും
ശ്ലാഘികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റാൻ അങ്ങേ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹാ സ്നേഹത്തെ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനെ അയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നത സർവശക്തനാം സൃഷ്ടാവിനെ, മണ്ണിലേവരും കീർത്തനങ്ങള ഏറ്റുപാടുന്നു ശാന. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ കർത്താവെ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച് ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ വാനിൽ ചായുന്നു ഞാൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത ദക്ഷിണമായ മാറാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമീശയിലെ സമ്മാനമേ, തിരുവത്താഴമീശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
തഴക്കദോഷങ്ങൾ, രഹസ്യപാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായി തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധരാകുന്നു, ഏകപുത്രൻ പരിശുദ്ധരാകുന്നു, ഏകരൂഹ പരിശുദ്ധരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന നേരത്തെ ഞങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കര മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിലെ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ സ്തുതി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.